ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കാലത്ത് വന്ന പൂജയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കോഴിയെ അറുത്ത് പൂജ ഒരു മൊസപ്പട്ടേമിയൻ സംസ്കാരത്തിൽ അമ്പരചുംബികളായ തെങ്ങുകൾക്ക് താഴെയാണ് ഈ ചടങ്ങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം തളിക്കുമ്പോൾ കോഴി തലയനക്കണം. അതൊരു അനുവാദമായിട്ട് കണ്ടുകൊണ്ട് എൻ്റെ അമ്മാവൻ നല്ല തളി തളിക്കുന്നുണ്ട് കോഴിയുടെ മേത്തേക്ക്. കണ്ടില്ലേ, എല്ലാവരും നല്ല പ്രാർത്ഥനയിലാണ്. ഗൈസ്, നിങ്ങളും പ്രാർത്ഥിച്ചോളൂ, കാരണം പ്രാർത്ഥനയുടെ ശക്തിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. കോഴി തലയനക്കുന്നില്ല അത് വേറൊരു കോഴിയാണ് ഗൈസ്, നമ്മൾ മൈൻഡ് എന്താ ചെയ്യാ? രാവിലെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മായി. പൂ പിടിച്ചൊന്ന് പൊക്കിയാലോ? ചെറിയ സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ മരണം ഉറപ്പാണെന്ന് അറിയുന്ന വല്ല വസന്ത പിടിച്ച കോഴിയാണത്. ഏയ് പ്രമീള പിടിച്ചതാ. അതുപോലെ എനിക്കൊന്നും പോകില്ല. തലന്ന് മുക്കിക്ക് ബോധം വന്നോളൂ. ഇനി വല്ല ഡിപ്രഷനോ ആയിരിക്കുമോ? കാലത്ത് നല്ല ഹാപ്പി ആയിരുന്നു. ഞാനും വിളിക്കൂ. ഇരിച്ച കോയിനെ ഈ കുണ്ടത്തിലേക്ക് ഇട്ടാ അച്ഛാ കുറച്ചുകൂടി ഈ ചാടല് തുറന്നിട്ട് കൊഞ്ചോട് പാണ്ടാറാനായിട്ട് കള്ളു കുമ്പളം ഇങ്ങോട്ട് അടിക്കേണ്ടി വരുമോ? ഏയ്, അതിൻ്റെ ആവശ്യം വരില്ല. കുമ്പളങ്ങ കാണിച്ചിട്ട് എന്നിട്ട് കാര്യം? കോഴിയിൽ എൻ്റെ വ്ളോഗ് വർക്കാവില്ല. പോയത് പോയി, ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വേറൊരു കോഴിയെ വാങ്ങിട്ട് വരിക. അതിന് കടയൊക്കെ അടച്ചിട്ടുണ്ടാവേ. കട കുത്തി തുറന്നിട്ടാണെങ്കിലും വാങ്ങിച്ചിട്ട് വരണം. വാ മെമ്പറ. പിന്നെ അല്ല മെമ്പർ മണി കണ്ടുള്ളപ്പോഴാ കോഴി നടക്കാണ്ട്. പിന്നെ അല്ല, കാശുണ്ട് കയ്യിൽ. വെറുതെ ഇരിക്കുന്ന പേഴ്സലുണ്ട്.